ഹായ്, എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആഘോഷിച്ചോ? ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ആഘോഷിച്ചു. ഉച്ചയ്ക്ക് ചെറിയ മധുരമൊക്കെ വെച്ചു. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് ക്ലബ്ബൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയും ചെറിയ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ജീവിതത്തിൽ നമ്മൾ എല്ലായിടത്തും സത്യസന്ധമായിട്ട് എല്ലാം തുറന്നു സംസാരിക്കാൻ, അതായത് നമുക്ക് എതിരെ ഒരു ചോദ്യമുണ്ടായാൽ അതിന് സത്യസന്ധമായ രീതിയിൽ നമ്മൾ മറുപടി പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിടവും ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക്. വേറൊന്നും കൊണ്ടല്ല, ഇപ്പം നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷിക്കണം എന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് അതേക്കുറിച്ച് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവും. അതങ്ങനെയാണ്. ഒരുപാട് പേർക്കുള്ള അനുഭവങ്ങളിലൂടെയാണ് അത് പറയുന്നത്. ഞാനും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ട്. നമ്മൾ ആദ്യം പറയുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവർ നമ്മുടെ അടുത്ത് ഇപ്പം നമ്മുടെ പാരൻസ് കുഞ്ഞു കുട്ടികൾ അല്ലെങ്കിൽ ഒരു 18 ഇയേഴ്സിന് അകത്തുള്ള കുട്ടികളാണെങ്കിൽ അവരെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം 1-2 പ്രാവശ്യം അവർ ഇങ്ങനെ സത്യം പറയുമ്പോഴത്തേനും പാരൻസ് ഒന്ന് ഷൗട്ട് ചെയ്ത് സംസാരിക്കും. അല്ലെങ്കിൽ 1-2 തവണ അവർക്ക് അടി കൊടുത്തെന്ന് വരാം. പിന്നീട് എന്തു ചെയ്യും? ആ പ്രശ്നങ്ങളിൽ നിന്ന് അവർ തന്നെ അത് സോൾവായി വരാൻ നോക്കും. ഇല്ല, അവർ കള്ളം പറഞ്ഞിട്ടാണ് നമ്മളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ ഇത് അവരുടെ ജീവിതത്തിൽ തന്നെ അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതൊരു ലൈഫ് ലോങ് അവരത് റിപ്പീറ്റ് ചെയ്യും. വലിയ ചെറുതിലെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് വലുതാകുമ്പോഴത്തേനും അവർ വലിയ തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഒരു വിശ്വാസവഞ്ചന എന്ന് നമുക്ക് തോന്നുന്ന ചില സത്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും വിശ്വാസവഞ്ചനയാണെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അത് സത്യമായ കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഈ ഒരു 5-6 കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു അനുഭവമാണ്. ആ ഒരു പ്രശ്നത്തിൽ ഒരുപാട് അനുഭവിച്ച ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് അനുഭവിച്ചൊരു കഥയുണ്ട്. സംഭവമാണ്, കഥയല്ല. എന്തെങ്കിലും കാര്യം നമ്മൾ അഭിപ്രായം ചോദിക്കുന്നത് നമുക്കിപ്പോൾ അറിവില്ലാത്ത കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ള കാര്യങ്ങളായിരിക്കാം നമ്മൾ സംശയം ചോദിക്കുന്നത്. അത് നമുക്ക് വേണ്ടപ്പെട്ടവരടുത്തായിരിക്കാം ചോദിക്കുന്നത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിവുള്ള ആളെടുത്താണ് നമ്മൾ ചോദിക്കാൻ കേട്ടോ. ഒന്നും അറിയില്ലാത്ത ആളെടുത്ത് സംശയം ചോദിച്ചാൽ നമ്മൾ വീണ്ടും മന്ദബുദ്ധിയെ പോലെ ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. ഇപ്പം ഞങ്ങളുടെയൊക്കെ വിവാഹം കഴിഞ്ഞ ടൈമാണ്. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് അവൾക്കൊരു ഫോൺ വാങ്ങി കൊടുത്തിട്ടാണ് പോയത്. അപ്പം അവൾ അതിൻ്റെ സെറ്റിങ്സും അതിൻ്റെ ഫങ്ഷൻസും ഒന്നും അറിഞ്ഞില്ല. ടച്ച് ഫോണല്ല, കീപാഡ് ഫോണാണ്. ആദ്യം ഇറങ്ങിയ ടൈമാണ്, എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയമാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നും ഗൾഫിലോട്ടൊക്കെ വിളിക്കാൻ ഒരുപാട് റേറ്റൊക്കെ ആവുമല്ലോ. ഇപ്പോഴത്തെ പോലെ വാട്സപ്പോ അങ്ങനത്തെ കാര്യങ്ങളോ നെറ്റ് ചാർജ് ചെയ്യുക അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഒരുപാട് റേറ്റ് ആവും വിളിക്കുന്നതിന്. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് തിരക്ക് ഇല്ലാത്ത സമയത്ത് അവളെ വിളിക്കും. അപ്പോൾ ഇവൾക്ക് എന്തെങ്കിലും സംസാരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പറയണം, പ്രത്യേകിച്ച് എന്തെങ്കിലും നാട്ടിലെ വിശേഷം പറയണമെന്ന് തോന്നുമ്പോഴത്തേനും ഇവൾ പെട്ടെന്ന് അങ്ങോട്ട് മിസ് കോൾ ചെയ്യുമ്പം ഹസ്ബൻഡ് ഫ്രീ ആണെങ്കിൽ തിരിച്ച് വിളിക്കും. പക്ഷേ അത് ഒരുപാട് തവണ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് നിന്നെ തിരിച്ച് വിളിച്ചോളാം, നിൻ്റെ മിസ് കോൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഞാൻ എന്തെങ്കിലും അർജൻറ്റ് കാര്യത്തിലായിരിക്കാം, അത് പിന്നീട് നീ അത് അപ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാതെ അത് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ ഞാൻ ബിസിയിലാണെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവള് അത് മനസ്സിലാക്കാതെ പക്ഷെ നമ്മൾ ഒരുപാട് കണ്ണെത്താ ദൂരത്ത് ഇരിക്കുന്ന ഒരാളല്ലേ. അപ്പം ഇവൾക്ക് വിളിക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കണം എന്നുള്ള രീതിയിൽ വിളിക്കുമ്പോഴത്തേനും ബിസി ആയിരിക്കുമ്പോൾ അവൾക്ക് ഒരുപാട് വിഷമം വരികയും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് അവിടെയുള്ള ആളിന് എന്താണ്, അത് ഡിസ്റ്റർബാണ്. അപ്പം അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഇപ്പോൾ നമ്മളടുത്തൊക്കെ വന്ന് സങ്കടം പറയുമ്പോഴത്തേനും അമ്മ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അമ്മയൊക്കെ പറയും അങ്ങനെയാണ്, അവർ ജോലി തിരക്കിലല്ലേ, അപ്പം ജോലി കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിന്നെ തിരികെ വിളിക്കും. ചിലപ്പം രാത്രി 10 മണി 11 മണി 12 മണി ഇങ്ങനെയൊക്കെ അവർക്ക് ടൈം അനുസരിച്ചൊക്കെ വിളിക്കും.
പക്ഷേ അത് അത്രയ്ക്കങ്ങോട്ട് മനസ്സിലാക്കാതെയാണ് ഇവള് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എവിടെ പോകണമെന്ന് വെച്ചാലും ഹസ്ബൻഡിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടേ പോകുള്ളൂ, പെർമിഷൻ കിട്ടിയിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പം അതിനാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം തലേ ദിവസം ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നേരത്തെ ചോദിച്ചു വയ്ക്കും. പെട്ടെന്നൊരു അർജൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വിളിച്ച് ചോദിക്കും. അപ്പം എടുക്കാത്തതുകൊണ്ടുള്ള വിഷമമാണ്. അപ്പം 1-2 പ്രാവശ്യം ഇങ്ങനെ വിളിക്കാതിരുന്നിട്ട് ഒരുപാട് തവണ എന്ത് ചെയ്തു, ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നിയിട്ട് അവൾ ഭയങ്കര നിരാശയിലായി. പുള്ളിക്കാരി എപ്പോഴും പിന്നെ അങ്ങ് എന്ത് ചെയ്യും, ഫോണ് ഇങ്ങോട്ട് വരുന്നെങ്കിൽ മാത്രം സംസാരിക്കുക, ചിലപ്പോൾ എടുക്കാതിരിക്കുക. നമ്മളടുത്തൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കരയും. എൻ്റെ ഫോണ് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതാണ്, വേറെ ആരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ്. അങ്ങനെ അവൾ മാനസികമായിട്ട് തളരുകയും വളരെ നിരാശയിലോട്ട് മാറുകയും പതിയെ സംസാരമൊക്കെ കുറയുകയും അങ്ങനെ എന്താ പറയുക, ഒരു ഒതുങ്ങിയ ടൈപ്പായി മാറി. ഒരുപാട് നാളുകൾക്ക് ശേഷം ഹസ്ബൻഡ് നാട്ടിൽ വരികയും വന്നതിന് ശേഷം പുതിയൊരു ഫോണ് കൊണ്ട് അവൾക്ക് കൊടുക്കുകയും ഇപ്പം ഹസ്ബൻഡിൻ്റെ കയ്യിലിരുന്ന ഫോണ് ഇവിടെ വെച്ചിട്ട് അമ്മയ്ക്ക് അങ്ങനെ സഹോദരിക്ക് ആർക്കോ കൊടുത്തിട്ട് അവൾക്ക് പുതിയ ഫോൺ വാങ്ങിക്കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു പോയി. പിന്നീട് വന്നിട്ട് പോയപ്പോൾ വീണ്ടും സന്തോഷമൊക്കെ ആയി. അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരുവിധം സോൾവ് ആക്കിയിട്ടാണ് പോയത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും പുള്ളിക്കാരി കരഞ്ഞു ഭയങ്കരമായിട്ട് നിലവിളിച്ചിട്ട് വരികയാണ്. നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ പറയുകയാണ്, കാര്യം പറയുന്നില്ല. ആദ്യം നമ്മൾ എന്താണ് കാര്യം എന്നറിയില്ല നമുക്ക്. ഇനി വീട്ടിൽ എന്തെങ്കിലും ഹസ്ബൻഡ് അവിടെ ഇല്ലല്ലോ, വീട്ടിൽ അടി വഴക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഒന്നുമില്ല. പിന്നെ എന്താണ് അമ്മായിയമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, ഒന്നും അറിയില്ല. കരച്ചിൽ. കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ആളൊന്ന് റിലാക്സ് ആയതിനു ശേഷം നമ്മൾ ചോദിച്ചു എന്താണ് കാര്യമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആൾ പറഞ്ഞത്, ഹസ്ബൻഡിൻ്റെ ഫോൺ എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞാൻ എൻ്റെ കയ്യിലാണ് തന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു നീ നോക്ക്, എന്താണ് കാര്യമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ടച്ച് ഫോണല്ല, സാധാ ഫോണാണ്, കീപാഡ് ഫോണാണ്. ഇപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് മെസ്സേജൊക്കെ എടുത്തൊന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഈ പ്രശ്നം, എന്താണ് അത് നോക്ക്, ഞാൻ വിളിക്കുമ്പോൾ സമയമില്ല, എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നോക്ക്, ഹാപ്പി ബർത്ത്ഡേ ആർക്കൊക്കെ സെൻഡ് ചെയ്തിരിക്കണം നോക്ക്, ഹാപ്പി ബർത്ത്ഡേ, പിന്നെ സി യു ടുമാറോ, അടുത്ത് ഇങ്ങനെ വേറെ എന്തോന്ന്, ഐ ആം ഇൻ മീറ്റിംഗ്, സി യു എഗെയിൻ. എൻ്റെ അമ്മേ, എനിക്കറിയില്ല, ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ. അപ്പം ഞാനും പറഞ്ഞു ശരിയാണ്, ഒരുപാട് ഞാനും വിചാരിച്ചു എന്തായാലും അവൾ പറയുന്നതിൽ സത്യമാണ്, അവളുടെ ഹസ്ബൻഡ് ആൾ ശരിയല്ല, ഇങ്ങനത്തെ മെസ്സേജുകളൊക്കെ ഇടുന്നു, മീറ്റിങ്ങിലിരിക്കുന്നു, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ സെൻഡ് ചെയ്തിരിക്കുന്നു, പിന്നെ ഐ ആം ഇൻ മീറ്റിംഗ് ഇങ്ങനെ പലതിലും മെസ്സേജുകൾ അയച്ചിരിക്കുന്നു. അപ്പോൾ എവളെ വിളിക്കാനാണ് സമയമില്ലാതെ എന്നത്. അപ്പോൾ അവളുടെ സംശയവും അവളുടെ വിഷമവും ഒക്കെ ശരിയാണ്. അപ്പം നമുക്കൊക്കെ വിഷമം തോന്നിയിട്ടെ, ഇത്രയും ഉള്ളൊരു ആളാണോ അവളുടെ ഹസ്ബൻഡ് എന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് വിമർശിക്കുകയാണ് ആളിനെ. ആൾ ശരിയല്ല എന്നാലും കൊള്ളാം, ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ വിമർശിച്ച് അങ്ങനെ അവളെ ഒരുവിധം ഒന്ന് ആശ്വസിപ്പിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ട് ആളെ പറഞ്ഞു വിട്ടു. അപ്പോൾ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാനും അമ്മയും ഒക്കെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ എന്നാലും ആളിങ്ങനെ ആയിപ്പോയല്ലോ, അവളുടെ ജീവിതമേ ഇല്ലാതായിപ്പോയി, ഇതൊക്കെ കാണിക്കുന്നത് ശരിയാണോ, അതും വിദേശ നാടുകളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരല്ലേ, ദൂരെ ഇരുന്നിട്ടാണോ ഇങ്ങനത്തെ വേലത്തരങ്ങളൊക്കെ കാണിക്കുന്നത്, അവളുടെ അടുത്ത് ഒരു സ്നേഹത്തിൽ ഒരു വാക്ക് പോലും സംസാരിക്കില്ല, അവൾ വിളിക്കുമ്പം ഫോൺ എടുക്കാത്ത ഇതുകൊണ്ടാണ്, അവളെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് എന്നൊക്കെ രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണ്. ഞങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഹസ്ബൻഡ് വന്നു. അപ്പം ഞാൻ പറഞ്ഞു അവളുടെ കാര്യം കഷ്ടമാണ്, ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അയ്യോ ആൾ ഇങ്ങനെയാണോ എന്നൊക്കെ രീതിയിൽ നമ്മളെല്ലാവരും സംസാരിച്ചു.
പക്ഷേ ഇവളെന്ത് ചെയ്തു, പിറ്റേന്ന് അവളുടെ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ ഇതെല്ലാം പറഞ്ഞു. അവർ തമ്മിൽ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ ഹസ്ബൻഡ് പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്തിനാണ് നീ ഇങ്ങനെ പറയുന്നത്, അപ്പം നീ എന്ത് ചെയ്യാൻ, എനിക്കിപ്പം ഉടനെ തന്നെ നാട്ടിൽ വരാൻ പറ്റില്ല. അപ്പം അവൾ ഡൈവേഴ്സ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രശ്നമാണ്. എനിക്കിനി ഇവിടെ ജീവിക്കേണ്ട, എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മതി, നമ്മുടെ ബന്ധം തുടരണ്ട, നമുക്കിത് അങ്ങ് സോൾവ് ചെയ്ത് മാറ്റാം, അപ്പോൾ നമുക്ക് പിരിയാം എന്നൊക്കെയുള്ള രീതിയിൽ അവൾ സംസാരിച്ചു. ഭയങ്കര പ്രശ്നമാണ്. ആൾ പിറ്റേന്ന് വീട്ടിൽ ഒരു മരണ വീട് പോലെയാണ് അവൾ കിടന്ന്, ആഹാരമൊന്നും കഴിക്കാതെ ഭയങ്കര പ്രശ്നമായിട്ട് കിടന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ മെസ്സേജ് അയച്ചെന്ന് നിനക്ക് ഉറപ്പാണോ? അപ്പോൾ പറഞ്ഞ് അതെ, നിങ്ങൾ മെസ്സേജ് അയച്ചതെന്ന്. അപ്പോൾ അവിടെ ആരുണ്ടെന്ന് കേട്ടു. ആരപ്പോൾ ഇന്ന ആൾക്കാരെല്ലാം മെസ്സേജ് കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് ഒന്നുകൂടി ഞാൻ ആ മെസ്സേജ് എടുത്തുകൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങിക്കൊണ്ടുവന്നു ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു, എവിടെയാണ് മെസ്സേജ് കിടക്കുന്നത്? അങ്ങനെ മെസ്സേജ് എടുത്ത് നോക്കിയപ്പോഴത്തേനും ശരിയാണ്, ഹാപ്പി ബർത്ത്ഡേ, സി യു എഗെയിൻ, ഐ ആം ഇൻ മീറ്റിംഗ്, സി യു ടുമാറോ, മീറ്റിംഗ് അറ്റ് 2 PM എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ മെസ്സേജ് കിടക്കുകയാണ്. എൻ്റെ ദൈവമേ, ഈ മെസ്സേജൊക്കെ കണ്ടിട്ട് ഹസ്ബൻഡ് എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ, സത്യത്തിൽ എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. എൻ്റെ അടുത്ത് പറയണം, നീയും കൂടെ ചേർന്നിട്ടാണോ ഇത്? നിങ്ങൾ ഇത്രയ്ക്ക് മന്ദബുദ്ധികളായിപ്പോയോ? ഇത്രയ്ക്ക് നിങ്ങൾക്ക് അല്പം പോലും വിവരം ഇല്ലേ? എനിക്കറിയില്ല എന്നെ എന്തെല്ലാം പറഞ്ഞു എന്ന് കേട്ടാൽ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കീപാഡ് ഫോൺ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം കാര്യം എന്താണെന്ന്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. നമ്മളിപ്പം മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും സെൻഡ് ചെയ്യാം മെസ്സേജ്, അങ്ങനെയുള്ള. അപ്പോൾ എല്ലാവർക്കും ഈ കീപാഡ് ഫോൺ ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും ആ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ഉള്ള കുറേ ഓപ്ഷൻസാണ് അതിലുള്ളത്. ഒടുവിൽ എന്നെ ഹസ്ബൻഡ് ഒരുപാട് വഴക്ക് പറഞ്ഞു, നിനക്കെങ്കിലും അത്. ഞാൻ പറഞ്ഞു, ഞാനിത് വാങ്ങി നോക്കിയാണ്, പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലേ ഫോണുള്ളൂ, എനിക്ക് ഫോണില്ല. അപ്പോൾ എനിക്കിത് അറിയില്ല. ഇവൾ കൊണ്ട് തന്നിട്ട് നീ ഇത് നോക്ക്, ഇങ്ങനെയൊക്കെയാണ് മെസ്സേജ് എന്ന് പറയുമ്പോഴത്തേനും വായിച്ച് നോക്കിയപ്പോൾ മെസ്സേജ് ഉള്ളതാണ്, ഈ ഉള്ള മെസ്സേജൊക്കെയാണ്. അപ്പം ഞാനും വിചാരിക്കുന്നത് എന്താണ് ഇത്, അവളുടെ ഹസ്ബൻഡ് ആർക്കോ അയച്ച മെസ്സേജാണെന്ന്. ദൈവമേ, ഒടുക്കം എന്തൊക്കെ പ്രശ്നമായോ എന്തോ. അത് ഒടുവിൽ പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവണില്ല. പിന്നെ എല്ലാവരും, അവളുടെ സഹോദരൻ എല്ലാവരും ഒക്കെ വന്നു, എല്ലാവർക്കും കാര്യം പറഞ്ഞ്. ഇത് അത്രയും ദിവസം എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്, യഥാർത്ഥത്തിൽ അവളുടെ ഹസ്ബൻഡ് മെസ്സേജ് സെൻഡ് ചെയ്തിട്ടാണ് ഈ പ്രശ്നം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒടുവിൽ ഇത് പ്രശ്നം ഇങ്ങനെയായിരുന്നു. ഒടുക്കം സത്യം അവളുടെ ഹസ്ബൻഡ് പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, നിങ്ങളത് മെസ്സേജ് ഒന്നെടുത്ത് നോക്കുമെന്ന് എല്ലായിടത്തും പറയാണ്. അങ്ങനെ ഒരു കീപാഡ് ഫോൺ കൊണ്ട് ഒരു ബന്ധം തന്നെ മുറിഞ്ഞു പോകുമായിരുന്നു, ആ ലെവലിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫുൾ ഒരു ഓപ്ഷനും അറിഞ്ഞുകൂടാ. ഓപ്ഷനല്ല, ഒരു ഫോണിൻ്റെ ഒന്നും സെറ്റിങ്സോ ഏതൊരു കാര്യത്തിൻ്റെ ആയാലും നമ്മളത് ഫുള്ള് പഠിച്ചിട്ട് വേണം അതിൻ്റെ എന്താ പറയുക, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറയാം. പക്ഷേ അത് അന്ന് നമ്മൾ ആ ഒരു കുറച്ച് നിമിഷം അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടില്ല ഇരുന്നെങ്കിൽ ആ ഒരു ബന്ധം മുറിഞ്ഞു പോകുമായിരുന്നു. തീർച്ചയായിട്ടും അവർ ഡൈവേഴ്സിലായിട്ട് പോകുമായിരുന്നു. അവൾ അത്രയ്ക്കും വിഷമിച്ചിരുന്നു. അങ്ങനെ അന്നത്തോടെ അവളുടെ സംശയമൊക്കെ മാറി. ഇപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല ബെറ്ററായിട്ട് പോകണുണ്ട് രണ്ടുപേരും. സത്യമായിട്ടും നടന്ന ഒരു സംഭവമാണ് ഇത്. ഞങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ്. അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും, ഇതല്ലെങ്കിൽ വേറെ രീതിയിലുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് നടന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫോണിൻ്റെ ഫുൾ ഓപ്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷനുകളോ ഒന്നും എനിക്കറിയില്ല. ഹസ്ബൻഡ് ചെയ്യുന്ന സമയത്ത് പോയി നോക്കിയിട്ട് ഞാൻ ഇതിനൊന്നും മെനക്കെടാറില്ല. അതാണ് ഏറ്റവും കൂടുതൽ ഉള്ള വാസ്തവം. അതാണ്, ഞാനൊന്നിനും മെനക്കെട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അത് പഠിക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയോടെ ഞാൻ ഇരിക്കാറില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ഇപ്പം എനിക്ക് അതിലോട്ട് പിന്നെ നമ്മളെ ശ്രദ്ധ മുഴുവനും അതിലോട്ട് പോകും എന്നുള്ളൊരു ടെൻഡൻസിയാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കും, അതൊക്കെ മാത്രം അറിയാം. മെസ്സേജ് അയക്കും, ഫോണിൽ റീൽസ് കാണും, വാട്സപ്പ് ഉപയോഗിക്കും. അതും ഹസ്ബൻഡിൻ്റെ ഫോണിലാണ് എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വീഡിയോയും ഇത്രയും ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങളുടെ സ്വന്തം കാർത്തി. ബൈ.